കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 23 അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുമ്പിൽ നിരാജനം ചെയ്യണം. സാപത്തിൻ്റെ പിറ്റേ ദിവസം അവനത് ചെയ്യണം. കറ്റ കർത്താവിന് നിരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള ഊനമറ്റൊരു മുട്ടാടിനെ അവിടുത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറയുകയാണ്, ഞാൻ തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിച്ചേരുകയും നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിൻ്റെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇത് ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അപ്പോൾ ആദ്യ ഫലങ്ങൾ കർത്താവിനുള്ളതാണ്. പ്രത്യേകിച്ച് ദേവാലയത്തിലേക്ക് അത് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ പുരോഹിതന്മാരുടെ കൈവശം അത് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ഒരു വിഹിതമായി സ്വീകരിക്കപ്പെടുകയാണ്. എല്ലാം നൽകിയതും പ്രദാനം ചെയ്യുന്നതുമായ കർത്താവിന് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ അധ്വാനത്തിൻ്റെയും ഒക്കെ ആദ്യ പകുതി നാം കൊടുക്കുമ്പോൾ അത് ഒരു പ്രത്യേക സമർപ്പണവും അത് നമ്മുടെ ഒരു കടപ്പാടുമാണ്. അപ്പോൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടിയാണ് പുരോഹിതൻ വഴി കർത്താവിന് മുമ്പിൽ ഇത് നിരാജനം ചെയ്യണമെന്നും സാപത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് നാം അത് ചെയ്യണമെന്നും വചനം ഓർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആദ്യഫലം നാം സമർപ്പിക്കുന്നത് ചോദിച്ചാൽ, ആദ്യമായി അതൊരു കൃതജ്ഞതാ പ്രകടനമാണ്. ദൈവം നൽകിയ വിളവെടുപ്പിന്, സമൃദ്ധിക്ക്, ദൈവം നൽകിയ സമ്പത്തിന്, ആരോഗ്യത്തിന്, കഴിവിന് എല്ലാം ദൈവത്തിനോട് തന്നെ നാം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കർത്താവിന് നൽകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നൽകുക എന്നുള്ളതും ദൈവത്തിന് നാം കൊടുക്കുന്നൊരു വിലയുടെ ഭാഗമാണ്. അപ്പോഴത് നാം വിളവെടുപ്പിൻ്റെത് കൊടുത്തോ മറ്റ് വസ്തുക്കൾ എന്തെങ്കിലും സമർപ്പിച്ചോ എന്നുള്ളതിനേക്കാൾ അധികമായി നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതിനെ, അത് സമയമായാലും കഴിവായാലും സമ്പത്തായാലും സ്ഥാനമാനങ്ങളായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നാലും അതെല്ലാം കർത്താവിനോട് ചേർന്ന് അവിടുത്തെ തിരുഹൃദയത്തോട് ചേർന്ന് ചെയ്യുക, സമർപ്പിക്കുക, വ്യയം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ അത് ദൈവികമായി തന്നെ നാം ഉപയോഗിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നും അതെല്ലാം ദൈവികമായി സമർപ്പിക്കപ്പെടേണ്ടതാണ് എന്നും വചനം ഓർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവികമായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളൊക്കെ ദൈവസന്നിധിയിൽ കുറവില്ലാത്തതായിരിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമല്ല, മറിച്ച് ആ തുടക്കം തന്നെ, ആദ്യ ഭാഗം ദൈവത്തിന് കൊടുക്കുന്നതിലൂടെ നാം തുടങ്ങുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നാണ്. ദൈവം നൽകിയതിനെ കർത്താവിന് തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ വീണ്ടും അത് നിറച്ചടന്ന് അമർത്തിക്കുലുക്കി ഒരു അനുഗ്രഹമായി നമ്മിലേക്ക് വെച്ചു തരുന്ന, അത് നമ്മുടെ കൃതജ്ഞതയുടെ ആഴമനുസരിച്ചാണെന്ന് വചനം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ധാന്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ നമുക്കുണ്ട് എന്ന് നാം വിചാരിക്കുന്നതെല്ലാം കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഭാരങ്ങളും അത് നമ്മുടെ സമ്പത്താണ്, അതും നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആഹ്ലാദങ്ങളും അതും കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് നാം ഒരുങ്ങണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.